മുഖ്യമന്ത്രിയായതിനു ശേഷം വി ഡി സതീശന് ആദ്യത്തെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. സതീശനെ ഇക്കുറി പഞ്ഞിക്കിട്ടത് ഇന്ത്യൻ അന്താരാഷ്ട്ര വ്യവസായ ഭീമനായ ടാറ്റയാണ്. ടാറ്റ സതീശൻ്റെ ഒരു വലിയ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളാകെ ഞെട്ടിപ്പോയിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിട്ട് എന്നാണ് പറഞ്ഞത്. സതീശൻ്റെ കപ്പൽ മുക്കി ടാറ്റ. സതീശൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സമ്മേളനത്തിൽ മാരിടൈം സെമിനാർ നടക്കുമ്പോൾ മിഷൻ സമുദ്ര എന്നോ മറ്റോ ആണ് പേര്, അവിടെ വെച്ച് സതീശൻ മാധ്യമങ്ങളോട്, ബ്ലൂംബർഗ് പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു, കേരളത്തിൽ ഒരു വലിയ കപ്പൽ നിർമ്മാണശാല വരാൻ പോവുകയാണ്. 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ടാറ്റ അതിന് അനുമതി തേടി അപേക്ഷ നൽകിയിട്ടുണ്ട്. 1 മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കും. വലിയ വാർത്തയാണ്, ലോകം മുഴുവൻ ശ്രദ്ധിച്ച വാർത്തയാണ്. അതുകൊണ്ടാണ് ബ്ലൂംബർഗ് പോലെയുള്ള വാർത്താ ഏജൻസികൾ, അന്താരാഷ്ട്ര ഏജൻസികൾ വലിയ വാർത്തയായിട്ട് കൊടുത്തത്. ഇപ്പോൾ ടാറ്റയുടെ സീനിയർ എക്സിക്യൂട്ടീവ്, അദ്ദേഹം പേര് വെളിപ്പെടുത്തിയിട്ടില്ല, എക്കണോമിക്സ് ടൈംസിൻ്റെ ഇൻഫ്ര എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ ലേഖകൻ പി മനോജുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കാര്യമായി വിവരമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ ഇങ്ങനൊരു അപേക്ഷയും കൊടുത്തിട്ടില്ല, ഒരു കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ ഉണ്ടാക്കാനും പോകുന്നില്ല. കാരണം കേരളത്തിൽ ഒരു കപ്പൽ നിർമ്മാണശാലയുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ, രാജ്യത്തെ നവരത്ന കമ്പനികളിലൊന്നായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഇന്ത്യയുടെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന, വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി കപ്പലുകൾ നിർമ്മിക്കുന്ന നമ്മുടെ കൊച്ചിയിലെ ഷിപ്പ്യാർഡ് കേരളത്തിലുള്ളപ്പോൾ മറ്റൊരു ഷിപ്പ്യാർഡ് കേരളത്തിൽ നിർമ്മിക്കാൻ ടാറ്റയ്ക്ക് ആലോചന പോലുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് മാത്രമല്ല, ടാറ്റയുടെ പ്രതിനിധി എക്കണോമിക് ടൈംസിനോട് പറയുകയാണ്, ഭരണം കിട്ടി 2 മാസത്തിനുള്ളിൽ താൻ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരിക്കാം മുഖ്യമന്ത്രി നടത്തിയത്. അതുമല്ലെങ്കിൽ വിഴിഞ്ഞത്തെ അദാനി പോർട്ടിൻ്റെ 49% ഷെയർ ഒരു മെഡിറ്ററേറിയൻ കമ്പനിക്ക് കൊടുത്തു, അവർക്ക് മറിച്ചു വിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോൾ സർക്കാർ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ശ്രമം നടത്തിയതായിരിക്കാം. പക്ഷേ അതിന് ടാറ്റയുടെ പേര് വലിച്ചിടാൻ പാടില്ലായിരുന്നു. നോക്കൂ, വല്ലാത്തൊരു വെറുപ്പിക്കലായിപ്പോയി. സതീശൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത് ഇനി സതീശൻ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം സതീശൻ മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷ നേതാവല്ല, കോൺഗ്രസിൻ്റെ നേതാവല്ല. മുഖ്യമന്ത്രി പറയുന്നത് ആധികാരികമായി പരിഗണിക്കപ്പെടും. അത് പ്രത്യേകിച്ച് ടാറ്റ പോലെയുള്ള ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനി, അത്തരം ഒരു കമ്പനിയുടെ പേരിൽ സതീശൻ ഒരു അവകാശവാദം പറയുകയും അത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത്തരം സാഹചര്യത്തിൽ സതീശൻ കൃത്യമായി പറയണം, സതീശൻ്റെ പക്കൽ, സതീശൻ്റെ മുന്നിൽ 10,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഷിപ്പ്യാർഡ് നടപ്പാക്കാൻ അപേക്ഷയുമായി ടാറ്റ വന്നിട്ടുണ്ടോ, അത് 1 മാസത്തിനകം തീരുമാനമെടുക്കും എന്ന് പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി ആ ഫയൽ കണ്ടിട്ടുണ്ടോ, അതോ മുഖ്യമന്ത്രിയോട് ആരെങ്കിലും പറഞ്ഞതാണോ? ഇനി അതുമല്ല, ഏതെങ്കിലും അവതാരം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള അവതാരങ്ങൾ വന്നിട്ട് ടാറ്റയെ കൊണ്ടുവരാൻ കേട്ടോ, ഒരു 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യിക്കാമേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും മുഖ്യമന്ത്രിയെ കുപ്പിയിലിറക്കിയോ കുഴിയിൽ വീഴിച്ചോ? ഇതാണ് ഇപ്പോൾ വ്യക്തമാവേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇൻഫ്രയുടെ എക്കണോമിക്സ് ടൈംസ് ഇൻഫ്രയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡ് വേണമെങ്കിൽ മിനിമം 2 കിലോമീറ്റർ വാട്ടർ ഫ്രണ്ട് ആയിരിക്കണം. കാരണം കപ്പലുകൾ ഉണ്ടാക്കിയാൽ പിന്നെ തലേ ചോന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ കഴിയണം. അപ്പോൾ മിനിമം 2 കിലോമീറ്ററെങ്കിലും ജല ആഭിമുഖ്യമുള്ള സ്ഥലം വേണം, 2000 ഏക്കർ സ്ഥലം വേണം. അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ 69,725 കോടി രൂപ കപ്പൽ നിർമ്മാണ മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ ഏതാണ്ട് ഭൂരിപക്ഷം തുകയും തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മെഗാ ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കാനാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച 5 കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഭീമമായ ഒരു തുക കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ബജറ്റിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ മേഖലയിൽ വല്ലാത്ത കൂടുതൽ ശ്രദ്ധ കേന്ദ്ര സർക്കാർ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ആവേശം കൊണ്ട് സതീശൻ പറഞ്ഞതാണോ? ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി
സഹായം കിട്ടും എന്ന് കരുതിയിട്ടാണോ? പക്ഷേ അപ്പോൾ കൊച്ചിയിൽ ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ടായിരിക്കെ കേന്ദ്രം അഡീഷണൽ ആയിട്ട് ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? ഇതാണ് ചോദ്യം. ടാറ്റ പറയുന്നത്, ടാറ്റയുടെ വക്താവ്, പേര് വെളിപ്പെടുത്താത്ത വക്താവ്, എക്കണോമിക്സ് ടൈംസിൻ്റെ ലേഖകനായ പി മനോജനോട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയതാണ്. കാരണം ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്താണ് സതീശൻ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ 2 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, വേണമെങ്കിൽ ജനങ്ങളെ ഞാൻ വന്ന് 2 മാസത്തിനിടയ്ക്ക് 10,000 കോടി ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ ഓർക്കുന്നില്ല, ഇവിടെ ജിം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കുഞ്ഞാലിക്കുട്ടി മുമ്പ് വ്യവസായ മന്ത്രി ആയിരുന്നപ്പോൾ ചില വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്നു. എല്ലാ സർക്കാരിൻ്റെ കാലത്ത് വലതുപക്ഷമാവട്ടെ ഇങ്ങനെ ഭരിക്കുമ്പോൾ കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ വരുന്നതിനെക്കുറിച്ച് വലിയ സംഗമങ്ങൾ നടത്തും. അതൊരു സംഗമം കഴിയുമ്പോൾ പറയും 10,000 കോടി രൂപ, 1,00,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ചായയും ചാപ്പാടും കഴിച്ച് പിരിഞ്ഞു പോകും. സ്വാഹ. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയ്ക്ക് ഇത്തരം അന്താരാഷ്ട്ര സെമിനാറുകൾ, സംരംഭകരുടെ മീറ്റിങ്ങുകളൊക്കെ നടത്തി വലിയ തോതിൽ നിക്ഷേപങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചതിന് ശേഷം അതിൻ്റെ 100-1 വന്നിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ, ഇടതുപക്ഷത്തിൻ്റെ ആവട്ടെ വലതുപക്ഷത്തിൻ്റെ ആവട്ടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പരിവാരങ്ങളൊക്കെ വിദേശത്ത് പോകും. നിക്ഷേപം കൊണ്ടുവരാനാണ്. സത്യത്തിൽ ഇവർ ലോകരാജ്യങ്ങൾ കാണാൻ വേണ്ടി ഒരു ടൂർ അടിക്കാൻ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് പോകുന്നതാണ്. ഒരു നിക്ഷേപവും വരാറില്ല. ഇവർക്ക് വല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ അത് കൂടിയിട്ടുണ്ട്. ഇതാണ് കുറേ കാലമായി വ്യവസായത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പോലും വലിയ തോതിൽ വികസന കുതിപ്പ് നടത്തുമ്പോൾ കേരളം ഇങ്ങനെ മുട്ടിലഴഞ്ഞ് കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് തുടരുകയാണ്. അപ്പോൾ സതീശൻ്റെ ഒരു ഐഡിയ ഉണ്ട്, പുതിയ സംരംഭങ്ങൾ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഉള്ളത് പറഞ്ഞാൽ പോരെ, തള്ളി മറിക്കണോ എന്നതാണ് ചോദ്യം. പക്ഷേ ടാറ്റയെ പോലെ ഒരു കമ്പനിയെ അവരുടെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. 10,000 കോടി രൂപ അവർ നിക്ഷേപിക്കാൻ തയ്യാറാണ്. 1 മാസത്തിനകം തീരുമാനമെടുക്കുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെറുതെ അങ്ങനെ പറയും എന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ടാറ്റയുടെ പേരും പറഞ്ഞ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് സതീശൻ ഇറക്കുമ്പോൾ മിനിമം ടാറ്റയെങ്കിലും അത് ശ്രദ്ധിക്കുമെന്ന് സതീശൻ അറിഞ്ഞുകൂടെ? അപ്പോൾ സതീശനെ ആരോ കൊണ്ട് കുഴി ചാടിച്ചതാണോ? അതോ ഇനി കേരള സർക്കാർ, ഇനി സതീശൻ്റെ സർക്കാർ ഇങ്ങനെ ടാറ്റയെ കൊണ്ട് കേരളത്തിൽ 10,000 കോടി രൂപയുടെ ഒരു നിക്ഷേപമൊന്നും നടത്തണ്ട, അങ്ങനെ സതീശൻ ആളാവണ്ട എന്ന് വെച്ചിട്ട് ആരെങ്കിലും പണിതതാണോ? എനിക്ക് ഈ 2ാമത്തെ സാധ്യതയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. കാരണം നമ്മളങ്ങനെ സതീശനെ ചീത്ത പറയാനൊന്നും വേണ്ടി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വസ്തുതാപരമായി ആലോചിക്കണം. ഒരു മുഖ്യമന്ത്രി ഔദ്യോഗികമായി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളോട് പറയുന്നു, ടാറ്റ 10,000 കോടി ഷിപ്പ് ബിൽഡിംഗ് യാർഡ്, ഇത്രയും കാര്യങ്ങൾ വരുന്നു. ഇതുമാത്രമല്ല, 1 മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കുന്നു എന്നും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 മാസം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തായി ടാറ്റയുടെ പദ്ധതി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ടാറ്റയോട് ചോദിക്കും. ഇത് രണ്ടിനും സാധ്യത ഉണ്ടെന്നിരിക്കെ വി.ഡി. സതീശൻ ഇങ്ങനെ ഒരു കള്ളം പറയുമോ? അപ്പോൾ എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഇനി സതീശനായതുകൊണ്ട്, എന്നോടൊരാൾ പറഞ്ഞതാണേ, സതീശനായതുകൊണ്ട് കള്ളം പറയുന്നത്, അങ്ങനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ കസേരയിലിരിക്കുന്ന സതീശൻ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് എനിക്ക് അസന്നിഗ്ധമായി പറയാനുള്ളത്. അപ്പോൾ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ടാറ്റയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചതാണോ? ഇപ്പോൾ എക്കണോമിക്സ് ടൈംസിൻ്റെ ഇൻഫ്രയുടെ ലേഖകൻ പി മനോജ് ടാറ്റയുടെ അധികൃതരുമായി ബന്ധപ്പെടുന്നു. ഒരുപക്ഷെ ഇത് ശരിയാണോ എന്നറിയാനായിരിക്കില്ല മനോജ് വിളിക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് പദ്ധതി, എവിടെയാണ് സ്ഥലം വല്ലതും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ചോദിച്ചതായിരിക്കാം. അപ്പോഴായിരിക്കും ടാറ്റ പറയുന്നത്, ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, ആലോചിച്ചിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയത്തിൻ്റെ ഒരു ഘടകമുണ്ട്. സതീശനെ മോശമാക്കാൻ വേണ്ടി സതീശൻ ഏതാണ്ട് ഉറപ്പിച്ച ഒരു പദ്ധതി അട്ടിമറിച്ചതാണോ? അതോ ഇനി ഈ സതീശൻ്റെ ശത്രുക്കൾ പറയുന്നത് പോലെ സതീശൻ അങ്ങനെ ആളാകാൻ വേണ്ടി പറഞ്ഞതാണോ? ഏതായാലും ഉത്തരം പറയേണ്ടത് സതീശനാണ്. സതീശൻ്റെ സർക്കാർ അധികാരത്തിലെത്തി 2 മാസത്തിനുള്ളിൽ ഇങ്ങനെയൊരു നിർഭാഗ്യകരമായ വിവാദം സതീശൻ കളവ് പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഉണ്ടായത് വലിയ ഖേദകരമായ കാര്യമാണ്. 2 മാസമേ ആയിട്ടുള്ളൂ. 5 വർഷം ഭരിക്കേണ്ട സർക്കാരാണ്. പിണറായി വിജയൻ്റെ സർക്കാരിനെ പോലെ ആളുകളെ പറ്റിക്കുന്ന സർക്കാർ ആവരുത് സതീശൻ്റെ സർക്കാർ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സതീശന് ജാഗ്രത വേണം, അല്പമല്ല നല്ലപോലെ ജാഗ്രത വേണം. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ചെയ്യണേ.